പിന്നെ നമുക്ക് എല്ലാവരും ജോയിൻ ഒരു മിനിറ്റ് കൂടി കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവരും ഒന്നും കൂടി എത്തിക്കോട്ടെ. പിന്നെ ഓരോരുത്തരുടെ വിശേഷങ്ങൾ, ഓരോരുത്തർ വന്ന് ഓരോരുത്തരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ. ശരണ്യ 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 എന്റെ പേരെന്താന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയോ? ശരി, അറിയാം അല്ലേ? ആര് പറഞ്ഞു നിർമ്മല മിസ് ആണെന്ന്? മിസ്സിന്റെ ഫോട്ടോയുടെ നിർമ്മല മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? അല്ല, വീഡിയോ കോളിൽ ഇങ്ങനെ പേര് അങ്ങനെ ഡിറ്റക്ട് ചെയ്താണല്ലേ? ഓക്കെ. പിന്നെ ശരണ്യാണ് ഞാൻ വിളിച്ചത്. ശരണ്യ, എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? എവിടെയാണ് സ്ഥലം? ശരണ്യയുടെ വിശേഷങ്ങളൊക്കെ കേട്ടോട്ടെ. ഭയങ്കര മഴയാണ്. എല്ലായിടത്തും കോട്ടയം. 9 മാസമായേ ഉള്ളൂ. അതെ അല്ലെ? കുട്ടിയെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റില്ല? വീട്ടിൽ ആരും ഇല്ലേ വേറെ ക്ലാസ്സിന്റെ സമയത്ത്? അതെ, അത് ശരി. അപ്പൊ കുട്ടിയെ കൊണ്ട് വേണം അല്ലേ ക്ലാസ്സിൽ ഇരിക്കാനായിട്ടല്ലേ? എല്ലാം നമ്മൾ മാനേജ് ചെയ്ത് പഠിക്കണമല്ലോ. എല്ലാം മാനേജ് ചെയ്തോ. എല്ലാം മാനേജ് ചെയ്ത് പഠിക്കണം, അത് വേണം അല്ലെ? ഒരുപാട് കുട്ടികളൊക്കെ പഠിപ്പിക്കാനുള്ളതാണല്ലോ. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ അത്യാവശ്യമാണ്. ഓക്കെ, ശരിയാ മോളെ. ഓക്കെ, ഈ ഒരു ഈ RIS എന്ന് പറയുന്നത് അതാരാണത്? റിസ്വാന. പറഞ്ഞോളൂ റിസ്വാന. അതാണ് എനിക്ക് ക്ലിയർ ആവാത്തത്. റേഞ്ചിന്റെ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. വീഡിയോ ഒന്ന് ഓൺ ചെയ്യോ? ഓക്കെ. ഓക്കെ. എന്റെ പേര് പെരുമ്പാവൂരാണ്, കാഞ്ഞിരക്കാട്. പെരുമ്പാവൂരാണ് അല്ലേ? മാമിന്റെ വീട് എവിടെയാണ്? ഓക്കെ, എന്റെ വീട് നോർത്ത് പറവൂരാണ്. വിശേഷങ്ങളൊക്കെ പറയൂ. ഒരുപാട് നല്ല മഴയാണ്. മഴയുടെ വിശേഷങ്ങളാണ് പറയാനുള്ളത് അല്ലേ? അതന്നെ. ഓക്കെ. പോകെ എല്ലാവരും നോർത്ത് പറവൂര് കേട്ടിട്ട്, നോർത്ത് പറവൂര് കേട്ടോ. ഇനി പോകെ പോകെ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. ചിലർ ടീച്ചർ വിളിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ വേണ്ട. നമ്മൾ എന്തായാലും പരിചയപ്പെടും. എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല്, ക്ലാസ് എല്ലാവരും എന്ത് ചെയ്യണം? മ്യൂട്ട് ചെയ്തിടണം എല്ലാവരും. അപ്പൊ മ്യൂട്ട് ചെയ്തിട്ട് എന്താന്ന് വെച്ചാല് എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? കേൾക്കാൻ വേണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരാള് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് മറ്റുള്ള കുട്ടികൾക്ക് അത് ഡിസ്റ്റർബൻസ് ആവും. ആ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എല്ലാവരും സ്ട്രിക്റ്റ് ഓർഡർ തന്നെയായിട്ട് ശ്രദ്ധിക്കോളൂ. ആരും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല. ഞാൻ ഓരോരുത്തരെ വിളിച്ചോളാം. ആ വിളിക്കുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്താൽ ആ വിളിക്കുന്ന ആള് അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ, ആ വിളിക്കുന്ന ആള് അൺമ്യൂട്ട് ചെയ്യുക. അല്ലാത്ത എല്ലാവരും എന്ത് ചെയ്തിരിക്കണം? ഒരാള് പോലും ഇതിനകത്ത് അൺമ്യൂട്ട് ചെയ്ത് ഇരിക്കാൻ പാടില്ല. അതെല്ലാവരും ശ്രദ്ധിച്ചോളണം. കൂടുതലായിട്ട് ആരെങ്കിലും എന്ത് ചെയ്യുന്ന കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ വന്നാൽ ഞാൻ എല്ലാവരെയും ഒരുമിച്ചായിരിക്കുള്ളൂ എന്ത് ചെയ്യുക?
മ്യൂട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അതിനെ ഇടവരുത്തരുത് നമ്മുടെ ക്ലാസ്സിൽ. അല്ലെ, എല്ലാവരും എന്തിനു വേണ്ടി വന്നിരിക്കുകയാണ്? പഠിക്കാൻ വേണ്ടിയല്ലേ എല്ലാവരും വന്നിരിക്കണം. അവർക്ക് എല്ലാവർക്കും എന്ത് കിട്ടണം? ക്ലാസ് കിട്ടണം അല്ലെ. അപ്പൊ നമ്മൾ ഒരാളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആരെയും ആർക്കും ഡിസ്റ്റർബൻസ് നമ്മൾ ആകരുത്. കേട്ടില്ല? എല്ലാവരും തയ്യാറല്ലേ അതിന്? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, എന്നോട് ചോദിക്കാനുണ്ടോ? എങ്ങനെ എന്ത് ചെയ്യാ? ത്രൂ മെസ്സേജ് അല്ലെ, ത്രൂ മെസ്സേജ് യു പുട്ട് എ മെസ്സേജ് ഓർ ഇമോജീസ്. യു ക്യാൻ എക്സ്പ്രസ് യുവർ ഇമോഷൻസ് ത്രൂ ഇമോജീസ്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ക്ലാസ് കിട്ടണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, പ്ലീസ് ഒരു എന്താണ്, ഓൾ ഓഫ് യു കോപ്പറേറ്റ് വിത്ത് മീ വിത്ത് mute your microphones. ഓക്കെ, ഓക്കെ ആണല്ലോ? ഞാനിപ്പോ ചിലപ്പോ എന്താണ്, നിങ്ങൾക്ക് വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ എന്താണ്, കുറച്ച് സമയത്തേക്ക് എന്നെ കാണാൻ പറ്റിയില്ല എന്ന് വരും. ചിലപ്പോ എനിക്ക് നിങ്ങളെ കാണാനും പറ്റിയില്ല എന്ന് വരും. കാരണം ചിലപ്പോ ഞാൻ എന്റെ ഡിവൈസിന്റെ ഒരു ഇതുകൊണ്ടാണ്. അപ്പോ നിങ്ങളൊന്ന് എന്ത് ചെയ്യാ, ഞാൻ ചിലപ്പോ ഞാൻ ചോദിക്കും നിങ്ങളോട് മനസ്സിലായോ എന്ന് ചോദിക്കാൻ മാത്രം എന്ത് ചെയ്യാ, എന്ത് ചെയ്ത അൺമ്യൂട്ട് ചെയ്തു വെച്ചിട്ട് അതിന് ആൻസർ പറഞ്ഞോളൂ. ഇപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ അങ്ങനെ ഇരിക്കില്ല. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഞാൻ അവിടെ വരുമ്പോ ഞാൻ എന്തായാലും അതിന് വേണ്ട ഇതിലൊക്കെ എടുത്തോളാം കേട്ടോ. എന്തുകൊണ്ടാണ് ഈ മോണ്ടിസോറി കോഴ്സ് ഞാൻ പറഞ്ഞോളൂ, ആയിട്ട് പറയുന്ന കാര്യമാണ്. സൗമ്യക്ക് എന്താ പറയാനുള്ളത്? ആരോ മ്യൂട്ട് ചെയ്യാനുണ്ട്, ഭയങ്കര സൗണ്ട് ഒരു ഇതുപോലെ. എന്താണ് സൗമ്യ? ആരോ മ്യൂട്ട് ചെയ്യാനുണ്ട്, ഭയങ്കര സൗണ്ട്, കേൾക്കാൻ ക്ലിയർ ആകാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല. പുഷ്പയാണ്. പുഷ്പ 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 ആരായാലും ശരിയുണ്ട്. സ്ട്രിക്റ്റ് ഓർഡർ ആണ്. യു ഷുഡ് യുവർ മൈക്രോഫോൺ, മ്യൂട്ട് യുവർ മൈക്രോഫോൺസ് എന്നുള്ളത് എന്റെ സ്ട്രിക്റ്റ് ഓർഡർ ആണ്. അതിൽ നിന്നും ഞാൻ മാറില്ല. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരെയും എന്നെ കൊണ്ട് മ്യൂട്ട് ചെയ്യിക്കാനുള്ള ഇടം വരുത്തരുത് നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ആർക്കും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ഡിസ്റ്റർബൻസ് ആകരുത്. അതുകൊണ്ടാണ് ഞാൻ പറയണത് യു ഷുഡ് മ്യൂട്ട് യുവർ മൈക്രോഫോൺസ്. ഞാൻ ആ സമയം പറയും. ആ സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ആ ആള് അൺമ്യൂട്ട് ചെയ്യുക. ഇപ്പൊ ഈ സമയത്ത് ഞാൻ ചോദിക്കും നിങ്ങളോട്, എന്തെങ്കിലും സംശയം ഉണ്ടോ ഇല്ലയോ, വീണ്ടും പറഞ്ഞു തരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ്, while that time you can unmute your microphones. Okay? Okay അല്ലേ എല്ലാവരും? All of you ready to join our English class? Are you ready to join our English class? ഓക്കെ. Yes, ma'am. Okay. Okay. ഓക്കെ. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഫ്രിയ മോണ്ടിസോറി കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? എങ്ങനെ എന്താണ് ആ ഡിസിഷൻ എടുക്കുക? വാട്ട് ഈസ് ദ ഇന്റൻഷൻ ബിഹൈൻഡ് ദാറ്റ് ദ ചൂസിങ് ഓഫ് മോണ്ടിസോറി കോഴ്സസ്? Montessori course. By the choosing of Montessori course. ടീച്ചറാവാന്നുള്ളതായിരുന്നു എന്റെ ഇന്റൻഷൻ, ഏറ്റവും വലിയൊരു ഡിസയർ അല്ലേ? അതെ. To become an excellent അല്ലേ, എക്സലന്റ് ടീച്ചർ അല്ലെ? എന്നും ബഹുമാനം കിട്ടുന്ന, കുട്ടികളിൽ നിന്ന് റെസ്പെക്ട് കിട്ടുന്ന ഒരേ ഒരു ജോബ് ഉള്ളു ലോകത്ത്. അതേതാണ്? ടീച്ചർ അല്ലെ? എത്ര പൊസിഷനിൽ എത്തിയാലും എന്താണ്, ഒരു ഡോക്ടർ ആയാലും അവന്റെ എന്താണ്, അയാൾ ഡോക്ടറെ കണ്ടാലോ കളക്ടറെ കണ്ടാലോ
അല്ലെങ്കിൽ ഏതെങ്കിലും എത്ര പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ കണ്ടാൽ, എത്ര ഉയർന്ന പൊസിഷനിൽ ഇരിക്കണം, അയാൾ റിട്ടയർമെന്റ് വരുള്ളൂ അയാളുടെ ആ പൊസിഷന്റെ ആ ഒരു ഡെസിഗ്നേഷന്റെ ആ പീരീഡ് എന്ന് പറയുന്നത് അല്ലെ. അയാളെ കണ്ടെഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡെസിഗ്നേഷൻ ടൈം മാത്രമേ ഉള്ളൂ അല്ലെ. പക്ഷെ ടീച്ചർ എന്ന് പറയുമ്പോൾ മറ്റൊരു റെസ്പെക്ട് ആണ് അല്ലെ നമുക്ക് കിട്ടുന്നത്. ആ ടീച്ചർ റെസ്പെക്ട് അത് എന്താണ്, ആ ടീച്ചർ ആ ജോബ് എന്താണ് അത് ആ ടീച്ചർ എന്താണ് റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ആ ടീച്ചർ റിട്ടയർ ചെയ്ത് പോന്നു കഴിഞ്ഞാലും എന്താണ് ആ കുട്ടികൾ ആരെ ബഹുമാനിക്കുന്നു, ആ ടീച്ചറെ റെസ്പെക്ട് ചെയ്യുന്നു അല്ലെ. അതാണ്. അപ്പൊ ഒരു ടീച്ചർ ആയിരിക്കേണ്ടത് ടീച്ചർ ആയിരിക്കുമ്പോൾ നമ്മള് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കുട്ടികളെ നന്നായിട്ട് എന്ത് ചെയ്യണം അല്ലെ, നന്നായിട്ട് എന്ത് ചെയ്യണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് അല്ലെ. ആദ്യം അവനെ കുട്ടികൾ ഒരു വെറുതെ പഠിച്ചുകൊണ്ട് മാത്രം ഒരു ഗുണമില്ല. ആ കുട്ടികളിലേക്ക് നമ്മൾ എന്തെത്തിക്കണം, എന്തായിരിക്കും ജീവിതമായ മൂല്യങ്ങൾ എത്തിക്കണം അല്ലെ. ജീവിതത്തിന്റെ വാല്യൂസ്, ആ വാല്യൂസ് പറഞ്ഞു കൊടുത്ത് അവരെ ആ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ ടീച്ചർക്ക് സാധിക്കണം. ഓക്കെ. ഇനി ഇംഗ്ലീഷ് എന്നതുകൊണ്ട് അല്ലെ, നമ്മള് ഇംഗ്ലീഷ് എന്നുള്ള ഇതില് ഇംഗ്ലീഷ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഇംഗ്ലീഷ്? എന്താണ് ഇംഗ്ലീഷ് എന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? അറിയോ ആർക്കെങ്കിലും? നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ പ്രസന്റ് ആയിരിക്കുന്നവരാണ് അല്ലെ. പക്ഷെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ some words abbreviations is English, but what is the full form of English? Harsha and 10 more have raised their hands. ഞാനത് എത്ര പേർക്ക് അറിയാം? അറിയാവുന്നവർ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കോളൂ. തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. ശരിയുള്ളത് ശരിയാക്കി തരാം. ചുറ്റും നിന്നാണല്ലോ പഠിക്കുന്നത് അല്ലെ. ഇന്റർനാഷണൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. Originated from England. എന്താണ്? ഞാൻ എഴുതി കാണിച്ചു തരാം കേട്ടോ ബോർഡില്. ആരും എന്ത് ചെയ്ത് വെക്കരുത്. ആതിര, മ്യൂട്ട് യുവർ മൈക്രോഫോൺ. ആതിര, ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമല്ലേട. നിങ്ങൾക്ക് സ്ലേറ്റ് കാണാൻ പറ്റുന്നില്ല എങ്കിൽ എന്നോട് പറയണം കേട്ടോ. ടീച്ചർ എനിക്ക് ഞങ്ങൾക്ക് സ്ലേറ്റ് കാണാം. ആരാണ് അവിടെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്? ആരാണ് അവിടെ മൈക്രോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്? ആരാണ് അവിടെ? അപ്പോ ഇംഗ്ലീഷ് ഈസ് ഇംഗ്ലണ്ട്, natives, general language for Irish, additional Scottish. ആരെങ്കിലും മൈക്രോഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ അവിടെ? ആതിര, പ്ലീസ് മ്യൂട്ട്. സ്കോട്ടിഷ്, ഐറിഷ്, ഈ മൊത്തത്തില് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഇതായിട്ടിരിക്കുന്നോണ്ട് ഒരു പറയുന്നത് ഒന്നും ക്ലിയർ ആവുന്നില്ല. എല്ലാവരും ആരെങ്കിലും ഒരാൾ ചെയ്യണ കുറ്റത്തിന് എല്ലാവർക്കും ആയിരിക്കും കിട്ടണത് അല്ലേ. ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെപ്പിക്കേണ്ടി വരും, മ്യൂട്ട് ചെയ്യേണ്ടി വരും, ആ മ്യൂട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് ഒഴിവാക്കുക. ഇംഗ്ലണ്ട്, നേറ്റീവ്സ്, ജനറൽ ലാംഗ്വേജ് ഫോർ സ്കോട്ടിഷ്,
ഐറിഷ് ആൻഡ് ഹെയിൽസ്. അപ്പോ ശരണ്യ please unmute your microphone and read what is the full form of English. ഇംഗ്ലീഷിന്റെ ഫുൾ ഫോം എന്താ പറഞ്ഞത്? ഇംഗ്ലണ്ട്, നേറ്റീവ്സ്, ജനറൽ, ലാംഗ്വേജ് ഫോർ സ്കോട്ടിഷ്, ഐറിഷ് ആൻഡ് ഹെയിൽസ് അല്ലെ? ഇതാണ് ഇംഗ്ലീഷിന്റെ എന്ത് ഫുൾ ഫോം എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? യെസ് മാം. ഓക്കെ. ഇനി അത് മനസ്സിലായല്ലോ ഇംഗ്ലീഷിന്റെ ഫുൾ ഫോം എന്താണെന്ന്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ആരെങ്കിലും ഒരാൾ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ജിൻസി പറയൂ. ജിൻസി പറഞ്ഞോളൂ. ജിൻസി. ഇംഗ്ലണ്ട്, നേറ്റീവ്സ്, ജനറൽ ലാംഗ്വേജ് ഫോർ സ്കോട്ടിഷ്, ഐറിഷ് ആൻഡ് ഹൈസ്. ജനറൽ ലാംഗ്വേജ് for Scottish, Irish and Wales. അല്ലെ? ഇതാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ENGL. ഞാൻ തിരിഞ്ഞു പോയട്ടോ. സ്കോട്ടിഷ് ഇപ്പുറത്തേക്ക് ഇട്ടോട്ടോ. ഐറിഷ്, സ്കോട്ടിഷ് ആൻഡ് അല്ലെ? ഐറിഷ് കഴിഞ്ഞിട്ടാട്ടോ സ്കോട്ടിഷ്. ജിൻസി ഓക്കെ മാം. ഐറിഷ് കഴിഞ്ഞിട്ടാട്ടോ സ്കോട്ടിഷ് കേട്ടോ. ഓക്കെ മാം. സ്കോട്ടിഷ് ആൻഡ് ഹെയിൽസ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഒന്നുകൂടി പറഞ്ഞേ ജിൻസി? ഇംഗ്ലണ്ട്, നേറ്റീവ്സ്, ജനറൽ ലാംഗ്വേജ് ഫോർ ഐറിഷ്, സ്കോട്ടിഷ് ആൻഡ് ഹെയിൽസ്. കറക്റ്റ് ആയില്ലേ? ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്തതിനെ കുറിച്ച് പഠിക്കാൻ പോണത് എന്താണ്? അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോണത് ഞാൻ നേരിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് കണ്ടംപററി ആയിട്ടുള്ള ഒരു ഒരു ഗ്രാമർ പോർഷൻ ആണ്. ഏതാണ്? പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് പറയുന്നത്. പാർട്സ് ഓഫ് സ്പീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ടംപററി ആയിട്ടും ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രാമർ ആണ് എന്തെന്ന് പറയുന്നത്? ഗ്രാമറിന്റെ സ്പെല്ലിംഗ് എന്താണ്? അതും ചോദിച്ചിട്ട് ഗ്രാമറിന്റെ സ്പെല്ലിംഗ് എന്താ? GRAMMER ആണോ AR ആണോ? കേട്ടോ, തെറ്റിക്കരുത്. GRAMMAR ആണ് ഗ്രാമർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഗ്രാമർ? എല്ലാവരും ഗ്രാമർ പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നു അല്ലെ? ഈ ഗ്രാമർ എന്താണ്? ഗ്രാമർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയോ എന്താണ് ഗ്രാമർ എന്ന്? ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ജനറൽ റൂൾസ് ആൻഡ് manners. General rules and manners modulated according to reasons. അല്ലെ? എന്താണ്? ജനറൽ റൂൾസ് ആൻഡ് മാനേഴ്സ് മോഡുലേറ്റഡ് അക്കോർഡിംഗ് ടു റീസൺസ് അല്ലെ? ജനറൽ റൂൾസ് അല്ലെ? ജനറൽ റൂൾസ് എന്ന് വെച്ചാൽ നമ്മള് എന്തുപയോഗിക്കുന്നു? കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില റൂൾസുകളുണ്ട് അല്ലെ? ചില നിയമങ്ങളുണ്ട്. പിന്നെ എന്താണ്? മാനേഴ്സ് ഉണ്ട് അല്ലെ? ഓരോ രീതികളൊക്കെ ഉണ്ട് അല്ലെ? അതൊക്കെ എന്ത് ചെയ്യുന്നു? മോഡുലേറ്റ് ചെയ്യുന്നു അല്ലെ? അതൊക്കെ എന്ത് ചെയ്യുന്നു? എന്തിനനുസരിച്ച് മോഡുലേഷൻ വരുന്നു? അക്കോർഡിംഗ് ടു റീസൺസ്. ഓരോ റീസൺസിനനുസരിച്ച്, ഓരോ കാരണങ്ങൾക്കനുസരിച്ച് അതിനെന്ത് ചെയ്യാം? നമുക്ക് മോഡുലേറ്റ് ചെയ്യാം. അതിനെന്ത് ചെയ്യാം? അതിന്റെ രീതിക്ക് എന്ത് ചെയ്യാം?
നമ്മള് മാറ്റാം അല്ലെ. അതായത് ഇത്രേ ഉള്ളൂ. സിംഗുലർ വരുമ്പോൾ എന്ത് ചേർക്കണം? വെർബിന്റെ കൂടെ എന്ത് ചേർക്കണം? എസ് അല്ലെങ്കിൽ ES ചേർക്കണം എന്ന് പറയുന്നത് എന്തിന് അനുസരിച്ചുള്ള റൂളാണത്? അക്കോർഡിംഗ് ടു റീസൺസ് അല്ലെ. അതിന്റെ അവിടെ വരുന്ന ആ റീസൺസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? മോഡുലേറ്റ് ചെയ്യുന്നു. അതിനെന്ത് ചെയ്യുന്നു? മോഡുലേറ്റ് ചെയ്യുന്നു. അതിൽ വേണ്ട വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിലൊന്ന് വായിക്കേ. വാട്ട് ഇസ് ഗ്രാമർ എന്ന് എന്തത് മനസ്സിൽ വായിക്കും. അവരവരുടെ മനസ്സില് തറാക്കി വെക്കും അത്. ആ ഓക്കെ, വായിച്ചിട്ടുണ്ടാവും അല്ലെ? റിസ്വാന ഒന്ന് വായിച്ചേ മോളെ അത്. വാട്ട് ഇസ് ഗ്രാമർ? General rules and manners modulated according to reasons. According to reasons. എന്താണ്? പറയൂ, ഒന്നുകൂടി വായിക്കൂ റിസ്വാന. General rules and manners modulated according to reasons. According to കേട്ടാ. സ്പെല്ലിംഗ് according to എന്താണ്? According to reasons. According to reasons കേട്ടാ. General rules and manners that modulated according to reasons കേട്ടാ. That is called grammar. അതുകൊണ്ടാണ് ഗ്രാമർ അല്ലെ. GRAMMAR. Okay. ഗ്രാമർ. ഓക്കെ ആയല്ലോ എല്ലാവരും? അപ്പൊ ഒരു കുട്ടി നിങ്ങളോട് ചോദിക്കാൻ, ടീച്ചറെ എന്താണ് ഗ്രാമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? Yes, ma'am. പറ്റും. അപ്പൊ അറിയണം അല്ലെ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ബേസിക് ആയിട്ടുള്ള ഗ്രാമറാണ്, ഏറ്റവും ബേസിക് അല്ലെ. അത് നിങ്ങൾ അറിഞ്ഞില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ടീച്ചറെ നമ്മള് ഒന്ന് സംസാരിക്കണമെങ്കിൽ ഈ ഗ്രാമർ പഠിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് ഗ്രാമർ ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നും. കുറെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നമുക്ക് എന്താണ്, ചില ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഒരു കുട്ടിയെ ചെന്ന് പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? നിങ്ങൾ ബേസ് കൊടുക്കും അല്ലെ, സ്വരാക്ഷരങ്ങൾ കൊടുക്കുന്നു അല്ലെ. മലയാളത്തിലെ സ്വരാക്ഷരങ്ങളായ ആ ഇ എന്നുള്ള അക്ഷരങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉറപ്പിക്കണം ആ കുട്ടിയുടെ ഇതിൽ അല്ലെ. എന്നാലല്ലേ ആ കുട്ടിക്ക് അക്ഷരങ്ങൾ ഉണ്ടാകുള്ളൂ. അല്ലാതെ ആ കുട്ടിയെ നിങ്ങൾ നേരിട്ട് ചെന്നിട്ട് ആ കുട്ടിയോട് പറയാം, മോനെ ആ എഴുതിക്ക്, ഈ എഴുതിക്ക് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ ചിലപ്പോ ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ബോർഡിൽ എഴുതി എന്ന് വെച്ചിട്ട് ആ കുട്ടിക്ക് അത് പിറ്റേ ദിവസം വരുമ്പോ കിട്ടണമെന്നില്ല അത്. അപ്പൊ അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും അവരെന്ത് ചെയ്യണം? അത് പഠിപ്പിച്ച് കൊടുക്കേണ്ടി വരും. നിങ്ങളിത് ഓൾറെഡി, അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എന്താണ്, ചെറിയ ക്ലാസ് മുതൽ അഞ്ചു മുതൽ അല്ലെ വലിയ ക്ലാസ് വരെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിലിരിക്കുന്ന ഭൂരിഭാഗം പേർക്കും എന്താണ് അറിയാം. പക്ഷേ നമ്മൾ എന്താണ് ചിലപ്പോഴൊക്കെ നമുക്ക് ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നും പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഇതില് ചിലപ്പോ ചിലവരെന്താണ് പഠിച്ച് കുറെ കഴിഞ്ഞിട്ടൊക്കെ ഒരു മോണ്ടിസോറി കോഴ്സ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ചിലപ്പോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഇതൊന്നും പെട്ടെന്ന് ഇങ്ങനെ ഗ്രാസ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഓർമ്മയില് വരണുണ്ടാവില്ല. ചിലപ്പോ ഞാൻ പറയുമ്പോഴായിരിക്കും അവർക്ക് ടീച്ചറെ എനിക്കിപ്പോ ഓർമ്മ വന്നു കേട്ടോ എന്ന് ചിലവര് പറയാം. അപ്പൊ ഈ കാലം നമുക്ക് എന്താണ് ചെറിയ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴാണ് നമ്മള് ഈ സംസാര ഭാഷയിലേക്ക് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ മദർ ടങ് ഒന്നും അല്ലല്ലോ. മദർ ടങ് അല്ലാത്ത ഭാഷയെ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ രീതിയിലേക്ക് വരുത്തി നമ്മൾ അത് എന്ത് ചെയ്യണം? നമുക്കതിൽ പ്രൊഫഷൻസി കിട്ടണം അല്ലെ. അങ്ങനെ ഒരു പ്രൊഫഷൻസി കിട്ടണമെങ്കിൽ കൃഷ്ണേന്ദു നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണേന്ദു എന്ത് ചെയ്യും? ഒരു ഭാഷയില് പ്രൊഫഷൻസി കിട്ടണമെങ്കിൽ എന്താ കൃഷ്ണേന്ദു ചെയ്യാ? കൃഷ്ണേന്ദുവേ, ഭാഷയെ പറ്റി അറിഞ്ഞിരിക്കണം. ഭാഷയെ പറ്റി അറിഞ്ഞിരിക്കണം അല്ലെ.
ആ അറിഞ്ഞിരിക്കലും മാത്രമല്ല മോളെ, നമ്മൾ അതെന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്യണം അല്ലേ? ആ ഭാഷ നമ്മൾ മലയാള ഭാഷ ഇത്ര ഫ്ലുവന്റ് ആകാനുള്ള കാരണം എന്താ? നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എപ്പോഴും? ആ ഭാഷ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? എല്ലാവരുടെയും കാര്യം ഇത് തന്നെയാണ്. ആരും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഈ സംഭവം അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പഠിക്കാൻ നേരത്ത് മാത്രം നമ്മൾ ഇതിനെ കുറിച്ച് ഇത് ചെയ്യണുള്ളൂ, ബോധേഡാവണുള്ളൂ. ആ സമയത്ത് മാത്രമാണ് നമുക്ക് അതിനെ കുറിച്ച് ഒരു ബോധം വരുന്നുള്ളൂ അല്ലെ, മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷേ എന്താണ്, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ടൈമിൽ കുറച്ച് കുറച്ച് വാക്കുകളായിട്ട് നമ്മൾ പറഞ്ഞു പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രൊഫഷ്യൻസി നമ്മൾക്ക് അവിടെ കിട്ടുള്ളൂ, ആ ഒരു ഫ്ലുവൻസി വരുള്ളൂ. ഓക്കെ ആയോ പുഷ്പ? ഓക്കെ ആണോ പുഷ്പ? പുഷ്പ? ആതിര ഓക്കെ ആണോ? ആതിര ആതിര ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ത്രൂ മെസ്സേജ് യു ക്യാൻ ആസ്ക് ടു മീ. അപ്പൊ നമ്മൾ അപ്പൊ നമ്മള് കണ്ടംപററി ആയിട്ട് യൂസ് ചെയ്യുന്നതും എന്നാൽ കണ്ടംപററി ആൻഡ് ട്രഡീഷണൽ ലാംഗ്വേജ് എന്ന്, ട്രഡീഷണൽ ഗ്രാമർ എന്ന് നമുക്ക് എന്തിനെ വിളിക്കാം? പാർട്സ് ഓഫ് സ്പീച്ചിനെ വിളിക്കാം. അപ്പോ കണ്ടംപററി ആൻഡ് ട്രഡീഷണൽ ഗ്രാമർ ആണ് എന്ത് പറയുന്നത്? പാർട്സ് ഓഫ് സ്പീച്ച്. കണ്ടംപററി എന്ന് വെച്ചാൽ എന്താണ്? കണ്ടംപററി ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താ? സമകാലികമായിട്ടുള്ളത്, നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ട്രഡീഷണൽ പ്രാചീനം, പഴയ, എന്താണ്? പ്രാചീനമായ, അതല്ലേ അല്ലെ? ട്രഡീഷണൽ ആയിട്ടുള്ളതും അല്ലെ, നമ്മൾ എന്താണ് പണ്ടൊക്കെ അല്ലെ ആ ഒരു ഇത് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എന്താണ്, എന്നാൽ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും പാർട്സ് ഓഫ് സ്പീച്ചിൽ ഞാൻ പറയുന്ന കാര്യങ്ങള് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും ഓരോ കാര്യങ്ങള്. പാർട്സ് ഓഫ് സ്പീച്ച് ഈസ് ഡിവൈഡഡ് ഇൻടു 8 and the first one is noun. കേട്ടിട്ടില്ലേ noun? Second one is pronoun. Yes, ma'am. Pronoun. And third is adjective. And fourth is verb. And fifth is adverb. And sixth is conjunction. Seventh is preposition. And eighth is interjection. കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പോ ഫസ്റ്റ് എന്താണ് ആതിര? യു റീഡ് ഇറ്റ്. ഫസ്റ്റ് വൺ ഈസ് noun. Nounന്റെ മീനിങ് എന്താ? മലയാളം മീനിങ് എന്താ ആതിര? നാമം. പ്രോനൗൺ. അടുത്തെന്താ? പ്രോനൗൺ. പ്രോനൗൺ എന്ന് വെച്ചാൽ എന്താ? സർവനാമം. ഓക്കെ 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 ആതിര, you can mute your microphone. ഇനി അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാമവിശേഷണം, നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് അല്ലെ? ഇനി വെർബ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ക്രിയ അല്ലെ? ക്രിയയാണ്, നാം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആഡ്വർബ് എന്ന് വെച്ചാൽ ക്രിയാവിശേഷണമാണ്. ഇനി കൺജങ്ഷൻ അറിയാം നിങ്ങൾക്ക് അല്ലെ? ഒരു വാക്കുകൾ തമ്മില് കൂട്ടിച്ചേർക്കുക, ആൻഡ് ഓർ ഇങ്ങനെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതാണ് കൺജങ്ഷൻ. പറയുന്നത് പ്രപ്പസിഷൻ എന്ന് പറയുന്നത് ഗതിവാക്യങ്ങളാണ്. ഗതിവാക്യങ്ങൾ പ്രപ്പസിഷൻസില് പെടുന്നതാണ്. ഇനി ഇന്റർജെക്ഷനിൽ പെടുന്നത്
അല്ലെ? അലാസ്, ഹാ അല്ലെ എന്നൊക്കെ പറയുന്ന വാക്കുകൾ. അലാസ്, ഹാ, ഹുറേ എന്നൊക്കെ പറയൂലേ? നമ്മുടെ എന്താണ് അത്ഭുതപരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡുകൾ അല്ലെ? ഇതെല്ലാം പെടുന്നത് ഇന്റർജെക്ഷനിലാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ആർക്കെങ്കിലും ഇത് മനസ്സിലാവാത്തുണ്ടോ? മാം ഒരു തവണ കൂടി പറയാമോ? ആ പറയാം. ഫസ്റ്റ് എന്താണ് പാർട്സ് ഓഫ് സ്പീച്ചിനെ 8 കാറ്റഗറി ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വിഭജിച്ചിരിക്കുന്നത് അല്ലെ? പാർട്സ് ഓഫ് സ്പീച്ച് ഈസ് കാറ്റഗറൈസ്ഡ് ഇൻ 8 പാർട്സ് അല്ലെ? 8 പാർട്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തേത് നൗൺ. നൗൺ എന്ന് വെച്ചാൽ എന്താ? നാമം. രണ്ടാമത്തെ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. നാമം. കേൾക്കാൻ പറ്റുന്നില്ല. മൂന്നാമത്തേത് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് വെച്ചാല് നാമം. ടീച്ചർ എന്താണ് മോനെ? ഇടയ്ക്ക് കട്ടാവും. ഇടയ്ക്ക് ടീച്ചർ ഇടയ്ക്ക് കട്ടാവുന്നു. മാം ഇടയ്ക്ക് വെച്ച് കട്ടായി പോവാ, ക്ലിയർ ആവുന്നില്ല. കേൾക്കണ്ടോ? ഇല്ല, കട്ടായി പോവാ. കട്ടായി പോണ്ടോ? ഒരു മിനിറ്റ്. ഇപ്പൊ കേൾക്കാൻ നേരത്തെ ഇപ്പൊ ഇപ്പൊ കേൾക്കാം. കേൾക്കുന്നുണ്ടോ? ആദ്യം കേൾക്കാൻ പാടില്ലായിരുന്നു. വോയിസ് കാണുന്നുണ്ട്. ഇപ്പൊ കേൾക്കണുണ്ടോ? കേൾക്കണുണ്ടോ ഇപ്പൊ? ഇപ്പൊ കേൾക്കാം മാം. ഇപ്പൊ കേൾക്കാം. കേൾക്കാം അല്ലെ? അപ്പൊ ഫസ്റ്റ് വൺ ഈസ് ആദ്യം നൗൺ അല്ലെ? ഒന്നുകൂടെ പറയാമോ മാം? പറയണ്. ആദ്യത്തേത് നൗൺ ആണ്. നൗൺ എന്ന് വെച്ചാല് നാമം. രണ്ടാമത്തേതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. പ്രോനൗൺ എന്ന് വെച്ചാല് സർവനാമം. ഇനി മൂന്നാമത്തേതാണ് അഡ്ജക്റ്റീവ് അല്ലെ? അഡ്ജക്റ്റീവ് എന്ന് വെച്ചാല് നാമ വിശേഷണം. നാലാമത്തേണ് വെർബ് എന്ന് പറയുന്നത് ക്രിയയാണ് അല്ലെ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ആക്ഷൻ ഓഫ് എ സബ്ജക്ട്. സബ്ജക്റ്റിന്റെ ആക്ഷനെയാണ് എന്ത് പറയുന്നത്? വെർബ് എന്ന് പറയുന്നത്. ഇനി ആഡ്വർബ് എന്നത്, ആഡ്വർബ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ക്രിയയെ വിശേഷിപ്പിക്കുന്നത് അല്ലെ? ഹി റൺ ഫാസ്റ്റ് അല്ലെ? അവൻ വേഗത്തിൽ ഓടുന്നു അല്ലെ? അപ്പൊ അവൻ എങ്ങനെ ഓടുന്നു? അവൻ ചെയ്യുന്ന ക്രിയ എന്തെന്നാണ്? ഓടുക എന്ന ക്രിയ അല്ലെ? ആ ഓടുന്നത് എങ്ങനെയാണ് അവൻ ഓടുന്നത്? ഫാസ്റ്റ് അല്ലെ? വേഗത്തിൽ അല്ലെ? അതാണ് ആഡ്വർബ് എന്ന് പറയുന്നത്, ക്രിയാവിശേഷം എന്ന് പറയുന്നത്. ഇനി കൺജങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് വാക്കുകൾ, സെന്റൻസുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാനായിട്ട് നമ്മള് രാമ ആൻഡ് രാവണ എന്നൊക്കെ പറയില്ലേ? സീത ഓർ രാമ അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. ഓർ വെച്ചിട്ടൊക്കെ പറയും അല്ലെ? ഓർ ആൻഡ് ഇതൊക്കെ വെച്ചിട്ട്, പിന്നെ ബിറ്റ്വീൻ ഇതൊക്കെ ചേർക്കുന്നു. അതൊക്കെ കൺജങ്ഷനിൽ പെടുന്നതാണ്. ഇനി പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഗതിവാക്യങ്ങൾ അല്ലെ? ഒരു എന്താണ് സെന്റൻസ് നൽകി ആ സെന്റൻസിലെ എന്തിലാണ്, ഏതിലാണ് അല്ലെ? ദ ബാൾ ഈസ്, ബോക്സിനുള്ളിലാണെങ്കിൽ എന്ത് പറയണം? ബോക്സിനുള്ളിലാണെങ്കിൽ ഇൻ ദ ബോക്സ് അല്ലെ? അതാണ് പറയണത് അല്ലെ? ദ ബാൾ ഈസ് ഇൻ ബോൾ ഈസ് ഇൻ ദ ബോക്സ് അല്ലെ? ബോൾ എന്തിലാണെന്ന് പറയുന്നു? ഇൻ ദ ബോക്സ് അല്ലെ? ബോക്സിലാണെന്ന് നമ്മള്, അതെവിടെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ഗതിവാക്യങ്ങൾ അല്ലെ? സ്റ്റാർസ് എന്താണ്? സിംഗിൾ ഇറ്റ് സ്റ്റാർ. How I wonder. What you were. പിന്നെ അടുത്തത് പറയൂ. Up above the world so high, like a diamond in the sky. ഇൻ ദ സ്കൈ. കണ്ടോ? എവിടെയാണ്? ലൈക്ക് എ ഡയമണ്ട് അല്ലെ? എന്തിനെ പോലെ? ഡയമണ്ട് പോലെ. എവിടെയാണ് കാണുന്നത് എന്നാണ് പറയുന്നത്? In the sky. ആകാശത്തിൽ അല്ലെ? ആകാശത്തിലല്ലേ? അപ്പൊ അതാണ് ഗതിവാക്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കുന്നതാണ് അല്ലെ? എന്താണ്? ഫ്രം ദ ബസ് സ്റ്റോപ്പ് അല്ലെ? ബസ് സ്റ്റോപ്പിൽ നിന്ന് അല്ലെ? ബസ് സ്റ്റോപ്പിലേക്ക് എന്ന് പറയുമ്പോഴോ? To the ബസ് സ്റ്റോപ്പ് അല്ലെ? അല്ലെ? ഫ്രം ടു അല്ലെ? അപ്പൊ എവിടെ നിന്ന് എവിടേക്ക്, എന്താണ്, ഏതാണ് അല്ലെ? അങ്ങനെയൊക്കെ എന്നതാണ്, അങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ് ഈ പറയുന്ന പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ആശ്ചര്യത്തോടു കൂടി പറയില്ലേ അല്ലെ? ഹുറേ അല്ലെ? ജയിച്ചു എന്നുള്ളത് അല്ലെ? ഹാ അല്ലെ? പിന്നെ സന്തോഷം വരുമ്പോഴൊക്കെ അല്ലെ? അല്ലെ? അലാ എന്താണ്?
അലാസ് എപ്പോഴും അത്ഭുതം നിറയുമ്പോഴൊക്കെ എന്താണ് അലാസ് അല്ലെ? അയ്യോ എന്നൊക്കെ പറയില്ലേ, സങ്കടങ്ങൾ വരുമ്പോ അയ്യോ അല്ലെ? ഹാ എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? ഇന്റർജെക്ഷൻ ആണ്. ഓക്കെ ആയോ? അത്രേ. Yes, ma'am. ഇനി ഇതിൽ തന്നെ 9ാമത്തെ ഒരു സംഭവമുണ്ട്. 9th one ആയിട്ടുള്ള ഒരു സംഭവം ഇതിനകത്ത് 8 കാറ്റഗറീസ് ആണ് പ്രധാനപ്പെട്ടതെങ്കിലും 9ാമത്തേതാണ് എന്താണ് അത് ഇതിലെ കാറ്റഗറൈസ് ചെയ്തിട്ടില്ലെങ്കിലും 9ാമത്തെ ഒരു ഇതുണ്ട് ഇതില് പാർട്സ് ഓഫ് സ്പീച്ചില്. അതാണ് ആർട്ടിക്കിൾസ് ഓർ ഡിറ്റർമിനേഴ്സ്. നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ എന്താണെന്ന് അറിയാം അല്ലെ? ഏതൊക്കെയാണ്? എ ആൻഡ് ദ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഡെഫിനിറ്റ് ആയിട്ടുള്ള ഡിറ്റർമിനേഴ്സ് ഉണ്ട്, ഇൻഡെഫിനിറ്റ് ഡിറ്റർമിനേഴ്സ് ഉണ്ട്. അതൊക്കെ പിന്നെ പഠിക്കാം നമുക്ക് കേട്ടോ. ഇതിലിപ്പോ പഠിക്കണ്ട. ആർട്ടിക്കിൾസ് നിങ്ങൾ ആർട്ടിക്കിൾസ് ഓർ ഡിറ്റർമിനേഴ്സ് ഏതൊക്കെയാണ്? എ ആൻഡ് ദ. ഇത്രയും കാര്യങ്ങൾ. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം നിങ്ങൾക്ക്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? If you have any doubts, you can clear it. Now you can clear it. ഹലോ മാം. പറഞ്ഞോളൂ. പ്രിപ്പോസിഷൻ ഒന്നുകൂടി ഒന്ന് പറയും. ഏതാണ്? പ്രിപ്പോസിഷൻ. പ്രപ്പോസിഷൻ അല്ലേ? പ്രിപ്പോസിഷൻ അല്ല, പ്രപ്പോസിഷൻ കേട്ടോ. എന്താണ്? പ്രപ്പോസിഷൻ. എന്താണ്? പ്രീ അല്ല, പറഞ്ഞോളൂ. പ്രപ്പോസിഷൻ കേട്ടോ. പ്രപ്പോസിഷൻ കേട്ടോ. പ്രപ്പോസിഷൻ. എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ പഠിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് വരും, MTയിൽ വരുന്ന ഒരു സംഭവം തന്നെ. എന്താണ് പാർട്സ് എന്താണ് ചോദിച്ചത്? പ്രപ്പോസിഷൻ അല്ലേ ചോദിച്ചത്? പ്രപ്പോസിഷൻ ചോദിച്ചു കഴിഞ്ഞാല് ഗതിവാക്യങ്ങൾ എന്നാണ്. ഗതിവാക്യങ്ങൾ. ഈ ഗതിവാക്യം എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഒരു ബോക്സിലേക്ക് ബോക്സിൽ ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ എന്ത് പറയും? ആ ബോൾ എവിടെയാന്ന് പറയും? The ball in the box അല്ലേ? ഇനി ഒരു ടേബിളിന്റെ മുകളിലാണ് അത് ഇരിക്കണമെങ്കിൽ എന്ത് പറയും നിങ്ങള്? അതന്നെ, ball on the table അല്ലേ? On the table. അപ്പോ ഈ ഇന്ന് ഓണ് അറ്റെന്നുള്ളത് സമയത്തെ കാണിക്കാനൊക്കെയാണ് നമ്മള് അറ്റ് ഉപയോഗിക്കാം. പ്ലേസ് അല്ലെ? ഇത് ഒരു പ്ലേസ്, ടൈം, ഇതൊക്കെ കാണിക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ അറ്റ് ഉപയോഗിക്കാം. അറ്റ്. പിന്നെ എന്താണ്? ടൂക്ക് എന്താണ്? ഇന്നെന്നും അല്ലെ? എന്താണ്? ഇക്ക് എന്നും ഒക്കെ ഈ അർത്ഥം വരുന്നതൊക്കെ ടു ആണ് അല്ലെ? അതായത് തിന്നാൻ എന്ന് പറയുമ്പോ എന്താണ് വരുന്നത്? ടു ഈറ്റ്. തിന്നാൻ. പിന്നെ കുടിക്കാൻ എന്നൊക്കെ പറയുമ്പോഴോ? ടു ഡ്രിങ്ക് അല്ലെ? ടു ഡ്രിങ്ക്, കുടിക്കാൻ അല്ലെ? അതൊക്കെയൊക്കെയാണ് ടു ചേർക്കാറ്. പിന്നെ OF ഉണ്ട്, ഓഫ് ഉണ്ട്. ഓഫ് എന്റെ, ഉടെ, ഉള്ളിൽ. മാം സ്റ്റക്ക് ആയിട്ടുണ്ട്. അതായത് അവന്റെ മകൻ അല്ലെ? അവളുടെ മകൾ അല്ലെ? എന്തു പറയും? ഡോക്ടറോ. മനസ്സിലായ എന്തുകൊണ്ടാണ് ഈ ഓഫ് വന്നതിന്? ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? സൺ ഓഫ്, ഡോക്ടർ ഓഫ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോഴാണ് സൺ ഓഫ് രവി അല്ലെ? രവിയുടെ മകൻ. മനസ്സിലായോ? ഡോക്ടർ ഓഫ് എന്താണ്? മായ അല്ലെ? മായയുടെ മകൾ. ഡോക്ടർ മായയുടെ മകൾ അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് ഓഫ് ഉപയോഗിക്കും. ഈ OFF ആണെങ്കിൽ എപ്പോ ഉപയോഗിക്കും?
അതിന്റെ മീനിങ് എന്താ? OFF. OFF എന്താ? എന്താണ്? ദൂരെ എന്നാണ് അർത്ഥം അല്ലെ? ദൂരെ അല്ലെ? ഓഫ് ദ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഡിസ്കണക്ട് അല്ലെ? ഒരു ഡിസ്കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ദൂരെ കളയുക എന്നതൊക്കെയാണ് ഈ OFFന്റെ അർത്ഥം. മനസ്സിലായോ? അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റിയെ ഡിസ്കണക്ട് ചെയ്യിക്കുക. ഇലക്ട്രിസിറ്റിയെ എന്ത് ചെയ്യണം? നമ്മള് ദൂരെ ആക്കുക എന്നതാണ് എന്തിന്റെ അർത്ഥമാക്കുന്നത്? OFF അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ മാം. ഓക്കെ. ഇനി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നൗൺ എന്താണ്. നൗൺ എന്താണ്? ഒരു നാമം എന്ന് പറയുന്നത് എ നെയിം ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ നെയിമോ അല്ലെങ്കിൽ ഒരു അനിമലിന്റെ നെയിമോ അല്ലെങ്കിൽ ഒരു പ്ലേസോ അല്ല എങ്കിൽ ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു ഫീലിങ്സോ ഐഡിയാസോ ഇതെല്ലാം എന്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്? ഈ നൗൺ എന്ന് അതിനെ പറയാം. അപ്പോ then what is noun? Noun is a name of a person, name of a country, countryയുടെ പേരൊക്കെ ആവട്ടോ, name of an animal, name of a place, name of a thing, a feeling or idea. ഇതാണ് noun എന്ന് പറയുന്നത്. അപ്പോ ഒരു രാജ്യത്തിന്റെ പേരൊക്കെ നമുക്ക് എന്തായിട്ട് എഴുതാം? പ്ലേസ് പറഞ്ഞല്ലേ? അപ്പൊ നമുക്ക് എന്താണ്? അതൊക്കെ നൗൺ ആണ്. അപ്പൊ ഞാൻ എക്സാമ്പിൾ തരാം. ഇവിടെ എന്താണ്? രണ്ട് ഇവിടെ നോക്കി, ഇവിടെ ആരാണ് നൗൺ എന്ന് പറയുന്നത്? ഇവിടെ ഒരു വ്യക്തിയുടെ പേരുണ്ട്. അതാരാ? വ്യക്തിയുടെ പേര് മായ. മായ എന്ന് പറയുന്നത് നൗണാണ്. മായ എന്നത് നൗണാണ് അല്ലെ? പിന്നെ ഭാഷയോ അല്ലെങ്കിൽ ഒരു രാജ്യമോ എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇപ്പൊ വേണ്ട, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലാംഗ്വേജ് ആണ്. അതും എന്താണ്? ആ ഭാഷയുടെ എന്താണത്? നെയിമാണ് അല്ലെ? ഭാഷയുടെ പേരല്ലേ? അപ്പൊ അതുകൊണ്ട് അതും എന്ത് തന്നെയാണ്? നൗൺ തന്നെയാണ്. അപ്പൊ മായ എന്ന് പറയുന്നത് നൗൺ ആണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നതും നൗൺ തന്നെയാണ്. ഓക്കെ ആണോ? ഓക്കെ. സച്ചിൻ ഈസ് മൈ ഫേവറേറ്റ് പ്ലെയർ. ഇതിനകത്ത് നൗൺ ഏതാണ്? എല്ലാവർക്കും പിടികിട്ടി അല്ലെ? നൗൺ ഫോം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി അല്ലെ? ഇനി ഈ നൗണിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. നൗണിനെ നമ്മള് കൗണ്ടബിൾ എന്നും അൺകൗണ്ടബിൾ എന്നും തരംതിരിക്കാം. രണ്ടായിട്ട്, കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഈ കൗണ്ടബിൾ എന്ന് പറയുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ക്വാണ്ടിഫൈ വിത്ത് എ നമ്പർ. അല്ലെ? നമുക്കതിനെ എണ്ണി എടുക്കാൻ പറ്റും. ക്വാണ്ടിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ എണ്ണി നമുക്ക് എന്ത് ചെയ്യാം? ആ എണ്ണത്തെ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനെയാണ്
എന്താ പറയുന്നത് കൗണ്ടബിൾ എന്ന് ക്വാണ്ടിഫൈ ബൈ എ നമ്പർ, ക്വാണ്ടിഫൈ വിത്ത് എ നമ്പർ എന്നോ ക്വാണ്ടിഫൈ ബൈ എ നമ്പർ എന്നോ നിങ്ങൾക്ക് പറയാം. ദേ ഹാവ് സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോംസ്. ഇതിന് സിംഗുലർ ആയിട്ടുള്ളതോ പ്ലൂറൽ ആയിട്ടുള്ള ഫോംസ് ഉണ്ടാവും അല്ലെ. ഇതൊക്കെ ഏതിലാണ് സിംഗുലർ പ്ലൂറൽ ഫോമിൽ കാണും അല്ലെ. ഇനി അതിന്റെ കൂടെ എ ആൻഡ് വൺ ഇങ്ങനെയൊക്കെ നമുക്ക് ചേർക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. മേ ബി യൂസ്ഡ് ബിഫോർ ദം, അതിന് മുന്നിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ എണ്ണത്തിന് മുന്നിലായിട്ട് ഇതെല്ലാം നമുക്ക് ചേർക്കാനും പറ്റും. ഇതൊക്കെയാണ് കൗണ്ടബിളിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് that we can quantify with a number, ഒരു നമ്പർ കൊണ്ട് നമുക്ക് അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. സിംഗുലറോ പ്ലൂറൽ ആയിട്ടുള്ള നൗൺസ് അവിടെ പ്ലൂറൽ ഫോംസ് അവിടെ ഉണ്ടായിരിക്കും. എ ആൻഡ് വൺ അല്ലെ, ദീസ് അല്ലെ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, മേ ബി യൂസ്ഡ് ബിഫോർ ദം അല്ലെ. ഇതിന് മുന്നിലായിട്ട് നമ്മൾ ഏതിന് മുന്നിൽ, ആ നൗണിന് മുന്നിലായിട്ട് നമ്മൾ അത് ചേർത്തിരിക്കും. അതൊക്കെ കാണുകയാണെങ്കിൽ ഏത് നൗൺ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം, കൗണ്ടബിൾ ആണെന്ന് മനസ്സിലാക്കണം. എക്സാമ്പിൾ എ ഫ്ലവർ അല്ലെ. ഫ്ലവർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പൂവ് അല്ലെ. അവിടെ എന്തുകൊണ്ട് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്തു അല്ലെ, നമ്മൾ എണ്ണിയെടുത്തു. എത്ര പൂക്കളുണ്ട് അവിടെ, ഒരു പൂവുണ്ട്. ഇനി 3 boxes, ഞാൻ പറഞ്ഞു സിംഗുലർ ആൻഡ് പ്ലൂറൽ വരാം അല്ലെ, പ്ലൂറൽ ഫോംസിലുണ്ടാവും അല്ലെ. 3 boxes അല്ലെ. ഹൗ മെനി ബോക്സസ് ആർ there? 3 boxes അല്ലെ. അപ്പോ അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ആൻ ആപ്പിൾ അല്ലെ, എത്ര ആപ്പിൾ ഉണ്ട്, ഒരു ആപ്പിള്. 1 ആപ്പിൾ അല്ലെ. ഞാൻ ഇവിടെ പറയുകയാണ് 10 pencils. How many pencils? 10 pencils. 10 pencils. Pencils അല്ലെ. അപ്പൊ we can quantify by a number അല്ലെ. നമുക്കൊരു നമ്പർ കൊണ്ട് അതിനെ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലേ, സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അപ്പോ ഈ നൗണിലെ അൺകൗണ്ടബിളിനെ, അപ്പോ അൺകൗണ്ടബിൾ അല്ലോ നമ്മള് അല്ലെ, നൗൺ അല്ലേ പറഞ്ഞത്. ഈ നൗണിനെ കൗണ്ടബിൾ നൗണിനെ വീണ്ടും നമ്മൾ തരംതിരിക്കുന്നുണ്ട്. കൗണ്ടബിളിനെ തരംതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോപ്പർ നൗൺ എന്നും കോമൺ നൗൺ എന്നും കോൺക്രീറ്റ് നൗൺ എന്നും, അങ്ങനെ കോൺക്രീറ്റ് അല്ല കളക്റ്റീവ് കേട്ടോ, കളക്റ്റീവ് നൗൺ എന്നും, അങ്ങനെ 3ആയിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെയായിട്ടാണ് കൗണ്ടബിൾ നൗണിനെ തരംതിരിക്കുന്നത്? എന്തൊക്കെയായിട്ടാണ് തിരിക്കുന്നത്? കളക്റ്റീവ് നൗൺ അല്ലെ. അപ്പൊ പ്രോപ്പർ ആൻഡ് കോമൺ ആൻഡ് കളക്റ്റീവ്. ഇപ്പൊ ഈ 3 ഭാഗങ്ങളായിട്ടാണ് കൗണ്ടബിൾ നൗണിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പൊ അതിലെ പ്രോപ്പർ നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇറ്റ് ഇസ് സ്പെസിഫൈ, ആരെങ്കിലും എല്ലാവരും ഞാൻ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് സ്ട്രിക്റ്റ് ആണ്, ആർക്കും ക്ലാസ് കിട്ടാതെ പോകരുത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ പ്രോപ്പർ നൗൺ എന്ന് പറയാം. ആരോ ഒരാളവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മൈക്രോഫോൺ, അതാരാ? ഓഫ് ചെയ്തോ? പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ദാറ്റ് സ്പെസിഫൈ ഒരു എന്താണ് their names, അവരുടെ നെയിംസ് ഒക്കെ എന്ത് ചെയ്തിരിക്കും, എന്താണോ ആ ഒരു നെയിംസ് അവിടെ എന്താണ് സ്പെസിഫിക്കേഷൻ അവിടെ കൊടുത്തിരിക്കും അല്ലെ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് മായ അല്ലെ, നേരത്തെ പറഞ്ഞിട്ട് മായ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ.
ഇവിടെ ആരാണ് പ്രോപ്പർ ആയിട്ട് വരുന്നത്? പ്രോപ്പർ നൗൺ ഉണ്ട് അല്ലെ, അതായത് അവരുടെ പേര് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഒരു സ്പെസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആരാ, ഏതാണ് അപ്പൊ അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? ആരെയാണ്? മായയെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. പിന്നെ അവിടെ ഒരു ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. മായ സംസാരിക്കുന്ന ഭാഷ ഏതാ? ഇംഗ്ലീഷ് അല്ലെ. അവിടെ സ്പെസിഫൈ ചെയ്ത് അത് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രോപ്പർ നൗൺ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ അവിടെ ചിലപ്പോ നോ ആർട്ടിക്കിൾ ഈസ് ബീയിങ് യൂസ്ഡ് ബിഫോർ എ പ്രോപ്പർ നൗൺ അല്ലെ. ആ ഒരു ആർട്ടിക്കിൾസും ചിലപ്പോ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. നേരെ തുടങ്ങുന്ന ക്യാപിറ്റൽ ലെറ്ററോടുകൂടി തന്നെയായിരിക്കും എന്ത് തുടങ്ങുക? പ്രോപ്പർ നൗൺ തുടങ്ങുക. അപ്പോ എന്തുണ്ടാവില്ല? എന്തവിടെ കാണില്ല? ആരാണ് അവിടെ ഇത് വെച്ചിട്ട്? ഒന്ന് ആരായാലും എന്താ ചെയ്യണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയണേ. എന്നെ കൊണ്ട് എല്ലാവരെ കൊണ്ടും മ്യൂട്ട് ചെയ്യിക്കണേ. ഒരു ഇതിലേക്ക് വരും. ഞാൻ എപ്പോ ചോദിക്കുന്ന ഒപ്പം മാത്രം എന്ത് ചെയ്യാം? ഓഫ് ചെയ്ത് വെക്കോ. അപ്പോ ഇവിടെ വന്നിരുന്ന മായ എന്നതാണ് ഇവിടുത്തെ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു നൗൺ. എന്നാൽ ഞാനിവിടെ എഴുതാണ് മൈ സൺ ഈസ് എ ഡോക്ടർ. ഇവിടെ മൈ സൺ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അല്ലെ. ഇത് ആരുടെയും മകനാണെന്ന് ഇവിടെ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലെ. ഇവിടെ പ്രത്യേക സ്പെസിഫിക്കേഷൻ ഇല്ല അല്ലെ. അതുകൊണ്ട് ഇതിനെ പ്രത്യേക സ്പെസിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് അതിനെ കോമൺ നൗൺ എന്നോ അല്ല എങ്കിൽ ജനറൽ നൗൺ എന്നോ പറയാം. കോമൺ ഓർ ജനറൽ നൗൺ എന്ന് പറയാം. അപ്പൊ ഞാൻ കുറച്ച് വേർഡുകൾ എഴുതാം. അപ്പോ അതൊന്ന് പറയണം കേട്ടോ. ഇതില് ഒരാള് രാജു എന്നുള്ളത് ആരാ? രാജു ഞാനാണ് ടീച്ചർ. ഇതിനകത്ത് ഒന്ന് പറഞ്ഞേ, ഇതിനകത്ത് ഏതാണ് പ്രോപ്പർ നൗൺ, ഇതിനകത്ത് ഏതാണ് കോമൺ നൗൺ? ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്തേ. കാണാൻ പറ്റുന്നില്ലല്ലോ. എന്താണ്? ജാനി എന്നുള്ളത് ജെയിൻ. ജെയിൻ എന്നുള്ളത് പ്രോപ്പർ നൗൺ. ഓക്കെ, വെരി ഗുഡ്. ഡിസൈനർ എന്നുള്ളത് ടീച്ചർ ജെയിന്റെ സ്പെല്ലിങ് JAIN അല്ലേ? കാണാൻ പറ്റണില്ലല്ലോ ടീച്ചറെ. ജെയിൻ. ഓക്കെ, JAIN ജെയിൻ. ഡിസൈനർ എന്നുള്ളത് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ. ഏത് രണ്ടാമത്തെ ആണോ? രണ്ടാമത്തെ കോമൺ. എന്താണ് കാരണം? എന്താണ് കോമൺ ആകാനുള്ളത്? ഡിസൈനർ കോമൺ ആകാനുള്ള കാരണം സ്പെസിഫൈ ചെയ്യാൻ അവിടെ സ്പെസിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല. ആരാണെന്നില്ല അല്ലെ. കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ആരാണെന്ന് അറിയാൻ പറ്റണില്ലേ? ആരോ ഏത് കുട്ടിയാണ് സ്കൂളിൽ പോയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവള് പോയി എന്ന് പറയണു അല്ലെ. ഏതവളാണ് പോയെന്ന് അറിയാമോ? പേരില്ല. അതിനടുത്തത് വായിക്കോ. He is walking. ഇത് he is walking എന്നാണ്. അത് കോമൺ. ഓക്കെ. Shija talks to them. ഇത് പ്രോപ്പർ കൗണ്ടബിൾ. അപ്പൊ ഷീജ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. പേരവിടെ സ്പെസിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് അത് പ്രോപ്പർ നൗൺ. ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. പ്രോപ്പർ ഏതാണ്, കോമൺ ഏതാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. മാം, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഷീ ഗോസ് ടു സ്കൂൾ എന്നുള്ളതിൽ സ്കൂൾ നമുക്ക് കോമൺ നൗൺ ആയിട്ട് എടുക്കാൻ പറ്റും? എടുക്കാം. എങ്ങോട്ട് പോയി എന്നുള്ളത് പറയുന്നുണ്ട്, എടുക്കാം. ഈ ഡിസൈനർ എന്നൊക്കെ പറയുമ്പോ നമുക്ക് എടുക്കാം.
ആരാണെന്ന് സ്പെസിഫൈ ചെയ്ത് എന്താണെന്ന് സ്പെസിഫിക്കേഷൻ സ്കൂളിന്റെ കൊടുത്തിട്ടില്ലേ? നെയിം സ്പെസിഫൈ ചെയ്തിട്ടില്ലല്ലോ. ഏത് സ്കൂളിന്റെ പേര് സ്പെസിഫൈ സ്കൂളിന്റെ നെയിം സ്പെസിഫൈ ചെയ്തിട്ടില്ലല്ലോ. കോമൺ ആയിട്ട് സ്കൂൾ എന്ന് പറയുമ്പോ കോമൺ നൗൺ അപ്പൊ ആയിട്ടാണ് അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമ്മളിവിടെ എന്തിനെയാണ് നോക്കുന്നത്? പ്രധാനമായിട്ടും നമ്മൾ കോമൺ നൗണിൽ നോക്കുന്നത് നൗണിനെയാണ് നോക്കുന്നത്. ഇവിടെ ആരാണ് നൗൺ അല്ലെ? ഷീ ഗോസ് ടു സ്കൂൾ അല്ലെ? അവിടെ ആര് പോയിന്ന് സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ടോ സ്കൂളിലേക്ക്? പ്രത്യേക സ്പെസിഫിക്കേഷൻ ഇല്ല അവിടെ. അവളിനെ പറയുന്നുള്ളൂ. അവൾ എന്നേ പറയുന്നുള്ളൂ. അവൾ പോയി എന്നാ പറയുന്നുള്ളൂ. ഈ അവൾ പോയത് എവിടെയാണ്? സ്കൂളിലേക്കാണെന്നറിയാം. പക്ഷെ ഈ സ്കൂള് ഈ പറഞ്ഞ പോലെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നൗൺ എന്ത് ചെയ്തിട്ടില്ല? നൗണിന് സ്പെസിഫിക്കേഷൻ വന്നിട്ടുണ്ടോ? കോമൺ നൗൺ ആണെന്ന് ഓർക്കണം. ജനറൽ നൗൺ ആണ്, കോമൺ ആയിട്ടുള്ളതാണ്. ആ നൗൺ ഫോംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആ നൗൺ ഫോംസിൽ ഏറ്റവും ആദ്യം നൗൺ എടുക്കുമ്പോൾ തന്നെ ആ നൗണിന് എന്തില്ല? സ്പെസിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് കോമൺ ആയത്. ഓക്കെ, പല കാര്യങ്ങളും നമ്മൾ പറയൂ അല്ലെ? ഹീസ് വാക്കിംഗ് എന്ന് പറഞ്ഞു, അവൻ നടക്കുകയാണ് എന്ന് പറഞ്ഞു. നടക്കുക എന്നുള്ളത് എന്ത് ചെയ്യുകയെന്നുള്ളത് നമ്മൾ അവിടെ ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ എന്താണ്? നടക്കുന്നു എന്നുള്ള ആക്ഷൻ അവിടെ തന്നിട്ടുണ്ടെങ്കിലും പക്ഷേ എന്തില്ല? ആരാണെന്നുള്ളത് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? നമ്മൾക്ക് വാക്കിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹു ഈസ് വാക്കിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് അവിടെ ആൻസർ കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് കോമൺ ആണ്. ഷീ ഗോസ് ടു സ്കൂൾ. ഹു ഈസ് ഗോയിങ് ടു സ്കൂൾ? ഹു ഈസ് ഗോയിങ് ടു സ്കൂൾ അല്ലെ? ഹു ഗോസ് ടു സ്കൂൾ? കോമൺ നൗൺ. കോമൺ നൗൺ. നമുക്ക് അവിടെ എന്ത് കിട്ടുന്നില്ല? ആൻസർ we didn't get any answer from that sentence അല്ലെ? നമുക്ക് ആ സെന്റൻസിൽ നിന്നും എന്ത് കിട്ടുന്നില്ല? ആൻസർ കിട്ടാത്തത് കൊണ്ട് അതെന്താണ്? കോമൺ ഓർ ജനറൽ നൗൺ ആണ്. ഓക്കെ ആയോ എല്ലാവരും? അപ്പൊ പ്രോപ്പർ ആൻഡ് കോമൺ നൗൺ കഴിഞ്ഞു. ഇനി കളക്റ്റീവ് ആണ്. കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കളക്ഷൻ ആണ് അല്ലെ? കളക്ഷൻ അല്ലെ? കളക്ഷൻ എന്ന് വെച്ചാൽ എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു കളക്ഷൻ. അതായത് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് നൗൺ അല്ലെ? ഒരു ഗ്രൂപ്പ് ഓഫ് നൗണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എന്താണ് അതിനെ ഏത് രീതിയിലേക്ക് നമുക്ക് എല്ലാത്തിനും ഒരുമിച്ച് ചേർത്ത് നമുക്കതിനെ പറയാൻ പറ്റും? ഒരു കളക്ഷൻ. എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ക്ലാസ് അല്ലെ? എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ക്ലാസ്, സിമിലർ ആയിട്ടുള്ള ക്ലാസ്സിനെ, ആ സിമിലർ ക്ലാസ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കളക്റ്റീവ് നൗൺ വരുന്നത്. അതായത് സിമിലർ ക്ലാസ്സിൽ ഉൾപ്പെടുക എന്ന് വെച്ചാൽ ഫാമിലി. ഫാമിലി എന്ന് പറയുന്നത് ഒരു സിമിലർ ക്ലാസ് അല്ലേ? സിമിലർ ഗ്രൂപ്പ് അല്ലേ? അല്ലേ? അതായത് എന്താണ്? അച്ഛൻ, അമ്മ, രണ്ട് കുട്ടികള്, ഇതെല്ലാം ചേർന്നിട്ടുള്ള അല്ലെ ഒരു ഗ്രൂപ്പാണ്. എന്താണ്? അപ്പോ സിമിലർ ക്ലാസ്സിൽ പെടുന്ന ഒരുപാട് അംഗങ്ങള് അല്ലെ? എന്താണ് വേരിയസ് ന്യൂമറൽസ് അല്ലെ ഇൻഡിവിജ്വൽസ് ആർ പ്രസന്റ് ഇൻ ദിസ് ഫാമിലി അല്ലെ? ഒരുപാട് എന്താണ് ഇൻഡിവിജ്വൽസ് അല്ലെ? ഓരോ ഇൻഡിവിജ്വൽസും ചേർന്നിട്ടുള്ളതാണ് എന്താണ്? there is creating a generally forming a family അല്ലെ? അങ്ങനെ എല്ലാം കൂടി കൂടിച്ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? there is forming a family ഫോം ചെയ്യുന്നത് അല്ലെ? ഇനി ഒരു ടീം എന്ന് പറയുന്നത് ഡിഫറെന്റ് പ്ലേയേഴ്സ് ആർ ഇൻക്ലൂഡിങ് ഇൻ ദിസ് ടീം അല്ലെ? ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് എന്താണ് എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു? ഒരു ടീമില് ഉണ്ടായിട്ട്. അങ്ങനെയല്ലേ ടീം ഉണ്ടാവുന്നത് അല്ലെ? ഡിഫറെന്റ് പ്ലേയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ഫോം ചെയ്യുന്നത്? ഒരു ടീം ഫോം ചെയ്യുന്നത് അല്ലെ? ഒരു ഫാമിലി എന്ന് പറയുന്നത് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഒക്കെ ചേർന്നിട്ടാണ് ഒരു ഫാമിലി ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ കാറുകളുടെ അല്ലെ? ഇങ്ങനെ ഒരുപാട് കാറുകൾ ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ? ആ കാറുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? ഫ്ലീറ്റ്സ് ഓഫ് കാർ. ഫ്ലീറ്റ്സ് ഓഫ് കാർ അല്ലെ? കാറുകളുടെ കൂട്ടം അല്ലെ? ഫ്ലീറ്റ്സ് ഓഫ് കാർ അല്ലെ? കുറെ തിമിംഗലങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നു അല്ലെ? അപ്പൊ എന്താണ്? ആ തിമിംഗലം പോഡ് ഓഫ്
അല്ലെ? പോട്സ് എന്ന് നമുക്ക് പറയാം. അതിന്റെ തിമിംഗലത്തിന്റെ കൂട്ടമെന്ന് പറയാനായിട്ട് പോട്സ് ഓഫ് വെയിൽസ് അല്ലെ, അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഓരോരോ ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സെയിം ആയിട്ടുള്ള സിമിലർ ക്ലാസ്സിൽ പെടുന്ന ഗ്രൂപ്പുകളെ ഒരു ഭാഗമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവയെ ഓരോ ഭാഗമായിട്ടും നമ്മള് ഉൾപ്പെടുത്തുന്നു അല്ലെ. ഇനി ഒരുപാട് പൂക്കള് ഉണ്ടെങ്കിലോ, ഒരുപാട് പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതെന്ത് പറയുന്നു? ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് അല്ലെ. ഇനി ക്ലാസ് ഒരു ക്ലാസ് രൂപപ്പെടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നിങ്ങൾ ഒരാൾ മാത്രം മതി ഒരു ക്ലാസ്സില്. ഈ ക്ലാസ്സില് നിങ്ങൾ കുറെ പേരുണ്ടാവുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഒരു ക്ലാസ് ഫോം ചെയ്യുന്നത് അല്ലെ. ഒരുപാട് സ്റ്റുഡൻസ് അല്ലെ, all students are present in that class അല്ലെ. കൂടുതൽ കുട്ടികൾ ആ ക്ലാസ്സിൽ പ്രസന്റ് ആയിരിക്കുള്ളൂ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? there is forming a ക്ലാസ് അല്ലെ. അങ്ങനെ ഒരു ക്ലാസ് ഫോം ചെയ്യുന്നു. മനസ്സിലായോ കളക്ട് ചെയ്യുന്നോണ്ട് എന്താന്ന്? അപ്പോ എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സിമിലർ ക്ലാസ് അല്ലെ. സിമിലർ ക്ലാസ്സിൽ വരുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കളക്ട് ചെയ്യുന്നുണ്ട്. ഓഡിയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഓഡിയൻസ് അല്ലെ, കേൾക്കാൻ അല്ലെ, ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു നാടകമോ അല്ലെങ്കിൽ സിനിമ ഇതെല്ലാം കേൾക്കാൻ കാത്തിരിക്കുന്നവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഓഡിയൻസ് എന്ന് വിളിക്കുന്നു. എല്ലാവരെയും കൂട്ടി അല്ലെ. ഇനി സ്റ്റാഫ് എന്ന് പറയും. സ്റ്റാഫ് എന്ന് പറയുമ്പോ അവിടെ ഇതിലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും അവരെല്ലാവരും സ്റ്റാഫുകളാണ്. ഓക്കെ ആയല്ലോ. ഇത്രയും ഓർത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ക്ലാസ്സിനെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഈ ക്ലാസ് കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഇനി എന്തെങ്കിലും ഇപ്പൊ കേട്ടതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീണ്ടും എന്നോട് പറയാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അടുത്ത ക്ലാസ് ടൈം ടേബിൾ തരുമോ മാം? അതൊക്കെ അവിടെ നിങ്ങള് നിഷ ടീച്ചറോട് നിങ്ങൾ നിങ്ങള് അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. പഠനത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കാം കേട്ടോ. നിങ്ങളുടെ ഇതുമായിട്ട് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. ഇംഗ്ലീഷിന് ഒരു സെപ്പറേറ്റ് ബുക്കാണോ വേണ്ടേ? നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ അവിടെ നിന്ന് തരും കേട്ടോ. നോട്ട്സ് അവിടെ ഒരു നോട്ടായിട്ട് തന്നില്ലേ അവിടെ? അപ്പൊ അത് എന്തായാലും ഉണ്ടാവും. PDF നോക്കി പഠിക്കാനാണോ? PDF തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്തുള്ള ഡെഫിനിഷൻ പഠിക്കാനാണോ അതോ മാം തന്ന പോയിന്റ്സ് മാത്രം കവർ ചെയ്താൽ മതിയോ? ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാ മതി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരുന്നത് കേട്ടോ. അപ്പൊ ഇത് പഠിച്ചാൽ മതിയല്ലോ? മതി. ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഈ ഇംഗ്ലീഷ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് we will meet again. Thank you, ma'am. Okay. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. വെൽക്കം. ഞാൻ എല്ലാവരും പരിചയപ്പെട്ടോളാം കേട്ടോ. ഓക്കെ. ഹലോ, ആരെങ്കിലും ഒരാൾ ഒരു കാര്യം പറഞ്ഞു തരുമോ? ഞാൻ ലാസ്റ്റ് ടൈം കുറച്ച് ഇതായി പോയി. നമുക്ക് ഈ PDF നോട്ട് വിട്ടു തന്നത് നമ്മൾ സെറോക്സ് എടുത്താൽ മതിയോ അതോ എഴുതണോ?
സെറോക്സ് എടുത്താൽ മതി. തന്നിരിക്കുന്നത് മുഴുവനും സെറോക്സ് എടുക്കാനല്ലേ? അതെ, മുഴുവനും എടുക്കണം. അതാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലേ? പിന്നെ ഇതൊക്കെ അപ്പൊ ക്ലാസ് നോട്ടൊക്കെ നമുക്ക് ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുക്കാം അല്ലേ? ക്ലാസ് നോട്ടിന് ഒരു റഫ് ബുക്ക്, ഒരു നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞത്. ബാക്കിയുള്ള PDF തന്നത് മുഴുവനും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനാണ് പറഞ്ഞത്. ഇനി അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാഡം പറയുണ്ടാവും. ഓക്കെ, താങ്ക് യു. ഇപ്പൊ തന്ന PDF-കളിൽ ഏതാണ് ഇംഗ്ലീഷിന്റെ ഇത്? അത് അതിൽ കാണുന്നില്ല. ഞാനും നോക്കിയതില്, പക്ഷെ ഇതിൽ കാണുന്നില്ല. ഇപ്പൊ മൊഡ്യൂൾ 1 മാത്രമാണ് നമുക്ക് PDF ആയിട്ട് അല്ലല്ലോ, മൊഡ്യൂൾ 2ഉം 3ഉം എല്ലാം തന്നല്ലോ. സെക്കൻഡ് മൊഡ്യൂളിലെങ്ങാണ്ടാ വരുന്നത് ഇംഗ്ലീഷിന്റെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സെക്കൻഡ് മൊഡ്യൂളാണ്. അത് വന്നിട്ടില്ല. മൊഡ്യൂൾ 1-ത്തെ വന്നില്ലേ? ഇല്ല, ഇതിൽ നമുക്ക് സബ്ജക്ട് വൈസ് മാത്രം എഴുതി വിട്ടതാന്നല്ലേ? ശരിയാണ്. മൊഡ്യൂൾ 2 തന്നില്ല. ഇതില് റെക്കോർഡഡ് ക്ലാസ് ഇട്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഓരോ ബുക്കാണോ എടുക്കുന്ന ഓരോ സബ്ജക്റ്റിന്? ഇന്നലെ നമ്മള് മറ്റേ ന്യൂട്രീഷന്റെ കാര്യങ്ങൾ വേറെ ബുക്ക് എടുക്കുക, ഇംഗ്ലീഷിന് വേറെ ബുക്ക് എടുക്കുക. ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷിന്റെ ടീച്ചർ പറഞ്ഞ ലെക്ചർ നോട്ടായിട്ട് എഴുതി പോയി നമുക്ക് മനസ്സിലാവൂലോ. റെക്കോർഡൊക്കെ മേടിച്ചോ? നമുക്ക് റെക്കോർഡ് ബുക്കിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അതെപ്പോഴാണോ പോലെ തുടങ്ങുന്നത്? കൺഫേം ആക്കിയിട്ട് എങ്ങനത്തെ വാങ്ങേണ്ടത് കൺഫേം ആക്കിയിട്ട് വാങ്ങുമായിരിക്കും നല്ലത്. കാരണം അത് ഇത്തിരി റേറ്റ് കൂടുതലുള്ളതല്ലേ. ക്ലാസ്സിലെ എന്നിട്ട് വാങ്ങിച്ചാൽ മതിയല്ലേ പറഞ്ഞേ? അതെ, അവര് പറയുമ്പോ വാങ്ങിച്ചാൽ മതി. ഇതിപ്പോ നമുക്ക് മൊഡ്യൂൾ 1 PDF നമുക്ക് പ്രിന്റ് എടുക്കണമെങ്കിൽ തന്നെ മൊഡ്യൂൾ 1-ലെ കംപ്ലീറ്റ് ലെസൺസ് നമുക്ക് PDF അയച്ചു തന്നിട്ടുണ്ട്. മൊഡ്യൂൾ 2-ലാണ് ഇപ്പൊ ഇംഗ്ലീഷ് വരുന്നത്. അതൊന്നും അയച്ചു തന്നിട്ടില്ല. ക്ലാസ് റൂമിൽ പറ്റാത്തതുകൊണ്ട് പറഞ്ഞാൽ മതി. എന്റെ പേഴ്സണൽ നമ്പറിൽ അയച്ചാൽ മതി. ഇപ്പൊ തന്നിരിക്കുന്ന മുഴുവനും നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കാം അല്ലേ? ഇത് മൊഡ്യൂൾ 1 ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇന്നുണ്ടായിരുന്ന ക്ലാസ് മൊഡ്യൂൾ 2-ലായിരുന്നു. പറഞ്ഞിട്ടായാലും ഇതിന്റെ ഒപ്പം തന്നെ ക്ലാസ് ഇത് ലെക്ചർ നോട്ട് എഴുതിയെടുത്താൽ മതി. അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റും. നല്ല ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോണ കാരണം ശരിക്കും ഇൻഫർമേഷൻസ് കിട്ടുന്നില്ല. അതാണ്. പിന്നെ നമ്മൾ ഇതിന് എന്തൊക്കെ ഐറ്റംസ് മേടിക്കണം അതൊക്കെ അറിയാവോ ആർക്കെങ്കിലും? അത് ഒരു 5 റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡ് ബുക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ എന്തെങ്കിലുമൊക്കെ അതിനനുസരിച്ച് ചെയ്യാനായിരിക്കും. ആക്ടിവിറ്റീസ് തരുമ്പോ അതിനനുസരിച്ചായിരിക്കും. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കുക. പിന്നെ ഇംഗ്ലീഷിനും മറ്റേനും ഓരോ ബുക്ക് കരുതുക. റെക്കോർഡ് ടീച്ചർ പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി. അങ്ങനെയല്ലാന്ന് പറഞ്ഞത്. അതെ. പിന്നെ ഇന്നത്തെ ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞില്ലേ? അത് ആരെങ്കിലും ചെയ്തത് എന്താ ചെയ്യണ്ടേ? ഇന്നലത്തേനോ? ഇന്നത്തെ ക്ലാസ് ഒന്ന് മിസ്സായിരുന്നു. അതെന്താ ചെയ്യണ്ടേ? ഇന്നലത്തെ കിഡ്സിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്? നമ്മുടെ ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മുടെ ഐഡിയാസ് എഴുതാം എന്താ പറഞ്ഞത്? 5 എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മള് സ്റ്റുഡൻസ് എല്ലാരും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം നന്നായിരിക്കും തോന്നുന്നു. എനിക്ക് ആ അഭിപ്രായത്തിനോട് നല്ല യോജിപ്പുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാമല്ലോ. കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അതെ. പിന്നെ നമുക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടണം. ഒരു ക്ലാസ് കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുന്നുള്ളൂ. നമ്മുടെ ഉൾപ്പെടുത്തണ്ട, നമ്മള് മാത്രമായിട്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാലോ. അത് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരു ആക്ടിവിറ്റി തന്നിട്ടായാലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോവാലോ അപ്പൊ തന്നെ.